ശബരിമലയിൽ നിന്നും കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ പീഠം കണ്ടെത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നുമാണ് പീഠങ്ങൾ കണ്ടെത്തിയത്. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിൽ നിന്നുമാണ് പീഠങ്ങൾ കണ്ടെത്തിയത്. വഴിപാടായി നൽകിയ പീഠങ്ങൾ കാണാനില്ലെന്ന് കാണിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പരാതി ഉന്നയിച്ചത്. 2019 ക്ഷേത്രത്തിൽ സമർപ്പിച്ച പീഠങ്ങൾ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ എത്തിയതിൽ ദുരൂഹതയുണ്ട്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. രജിത്ത്, അടിമുടി ദുരൂഹത. ഈ പരാതി ഉന്നയിച്ച ആളുടെ ബന്ധുവീട്ടിൽ നിന്നു തന്നെ ഈ പീഠങ്ങൾ കണ്ടെത്തുന്നു. ഇതിന് പിന്നിലുള്ള ദുരൂഹത എന്താണ്? അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അശ്വതി, ബംഗളൂരുവിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ക്ഷേത്രത്തിലേക്ക് ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിനായി പൂശി നൽകിയത്. അതിന്റെ ഭാഗമായാണ് ആദ്യം സ്വർണം പൂശിയ കൂട്ടത്തിൽ തന്നെ 2019 ഒരു പീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെ. എന്നാൽ ആ പീഠത്തിന്റെ കളർ വ്യത്യാസം വരികയും തുടർന്ന് 2021 ഇത് വീണ്ടും സ്വർണം പൂശി നൽകുകയോ അല്ലെങ്കിൽ മാറ്റി നൽകുകയോ ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ അന്ന് കോവിഡ് ഉള്ള സമയമായതിനാൽ ക്ഷേത്രത്തിലേക്ക് എത്തി ഇത് കൈപ്പറ്റാൻ കഴിയില്ലെന്നും പുതിയൊരു പീഠം നിർമ്മിച്ചു നൽകാമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയായിരുന്നു. അതിന് പ്രകാരം ഒരു പുതിയ പീഠം നിർമ്മിച്ചു നൽകുകയും ചെയ്തു. ഈ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടല്ല എത്തിച്ചത്. ഇയാളുടെ സഹായി വഴിയാണ് ക്ഷേത്രത്തിലേക്ക് ശബരിമലയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. എന്നാൽ പിന്നീട് ഈ പീഠം ഈ ദ്വാരപാലക ശില്പവുമായി ചേരുന്നില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ അത് മാറ്റി നൽകണം അല്ലെങ്കിൽ അത് മാറ്റി നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ പിന്നീട് ഈ പീഠം കാണുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പുനർനിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ അത് മാറ്റി നിർമ്മിക്കുന്നതിന്റെ നടപടിക്കായി മാറ്റിയ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവകാശപ്പെട്ടത്. അത് കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിൽ താൻ 2 പീഠങ്ങൾ നിർമ്മിച്ചു നൽകിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. അതിലൊരു പീഠം കാണുന്നില്ല, അവസാനമായി നിർമ്മിച്ചു നൽകിയ പീഠം കാണുന്നില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോടടക്കം പറയുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ പരിശോധന നടത്തുന്നത്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഇതിലൊരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശബരിമലയിൽ എത്തുന്ന വഴിപാടായി എത്തുന്ന സാധനങ്ങളൊക്കെയും മഹസറിൽ രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ രണ്ടാമത് കിട്ടിയ പീഠം ശബരിമലയിൽ ദേവസ്വം ബോർഡ് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. പിന്നീട് ഈ പീഠം കാണാതായതുമായി ബന്ധപ്പെട്ട 2001 ശേഷം ഇതുവരെയും പരിശോധന നടത്താൻ ശബരിമലയിൽ ദേവസ്വം ബോർഡും തയ്യാറായില്ല എന്ന കാര്യവുമുണ്ട്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഉന്നയിച്ചതിന് ശേഷമാണ് ശബരിമലയിൽ ഇത്തരം ഒരു പീഠം ഇല്ല എന്ന് അവർ കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു സ്ട്രോങ് റൂമിലും സാധാരണഗതിയിൽ ശബരിമലയിൽ കിട്ടുന്ന സ്വർണമൊക്കെയും സൂക്ഷിക്കുന്നത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ്. ഈ സ്ട്രോങ് റൂമിലടക്കം ഇതില്ല എന്ന ഒരു കണ്ടെത്തൽ ഉണ്ടാകുന്നത്. തുടർന്ന് നടത്തിയ വിജിലൻസ് കോടതി ഇക്കാര്യത്തിൽ ഇടപെടുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കോടതി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെടുകയായിരുന്നു. ഇടപെട്ടതിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. ദേവസ്വം ബോർഡ് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് പരാതി ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ സ്വർണ്ണ പീഠം കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടുള്ള അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇന്നലെയാണ് അന്വേഷണ സംഘം ദേവസ്വം വിജിലൻസ് ഈ സ്വർണ്ണ പീഠം കണ്ടെത്തുകയും അത് തിരികെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം വിജിലൻസ് കോടതിയിൽ അറിയിക്കും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുണ്ട്. കാരണം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്തൊക്കെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ കൈവശം ഈ പീഠം എവിടെയാണ് ഉള്ളത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നീട് എന്തുകൊണ്ട് അദ്ദേഹം ഈ ആരോപണവുമായി രംഗത്തേക്ക് എത്തി എന്നതുമാണ് ഇപ്പൊ ഏറ്റവും വലിയ ദുരൂഹം. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.